പിണറായി വിജയൻ കൂടി സംഘത്തിൻ്റെ കൂടെ ചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അത്രേ ഉള്ളൂ. നമസ്കാരം, ഐബേർഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സംഘപരിവാറിന് വളരാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രധാന ആളായിട്ട് മുന്നിൽ കയറി നിൽക്കാൻ പിണറായി വിജയൻ. മലപ്പുറം കുഴപ്പമാണ്, മൊത്തം കള്ളക്കടത്തും മലപ്പുറത്താണ്. ഗുജറാത്തിലോ മ്യാൻമാർ അതിർത്തിയോ വഴിയോ അല്ല, വരുന്നത് മുഴുവൻ മലപ്പുറത്തിലാണ്. രാജ്യവിരുദ്ധ ശക്തികൾ, ഈ പ്രയോഗമൊക്കെ ആരുടേതാണ്? അമിതമായ അതിദേശീയതാവാദം, അത് കഴിഞ്ഞിട്ടുള്ള സകലത്തിലും കാണുന്ന രാജ്യവിരുദ്ധത, ഇതൊക്കെ ആരുടെ ടെർമിനോളജീസാണ്, ആരുടെ പ്രയോഗമാണ്? ഒരു തെളിവുമില്ലാത്ത സകലത്തിനും രാജ്യവിരുദ്ധത ആരോപിക്കുക. ഒരാളുടെ പേര് കണ്ടാൽ അയാളുടെ മേൽ രാജ്യവിരുദ്ധത ആരോപിക്കുക. അയാൾ വരുന്ന സ്ഥലം നോക്കിയിട്ട് രാജ്യവിരുദ്ധത ആരോപിക്കുക. ഇത് ആരുടേതാണ്? ഈ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്നും ആ പണം അത് ആ കള്ളക്കടത്തുകാർ രാജ്യവിരുദ്ധ ശക്തിയുമായി ബന്ധമുള്ളതാണെന്നുമാണ് DGPക്ക് ആദ്യം കൊടുക്കുന്ന മൊഴി. ആര്? ഈ ADGP കൊടുക്കുന്ന മൊഴി. ADGPയുടെ മൊഴി എന്താണോ അത് ആവർത്തിക്കുകയാണ് കേരളത്തിൻ്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം സമ്പൂർണ്ണാർത്ഥത്തിൽ കേരളത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ നിരാശപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ പിടുത്തം കിട്ടിയല്ലോ അല്ലെ എല്ലാവർക്കും? ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നാണ് ഈ വരുന്നത്? അതും ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഡൽഹിയിൽ വെച്ച് കൊടുത്ത അഭിമുഖത്തിലാണ് ഇദ്ദേഹം, ഈ പിണറായി വിജയൻ പറയുന്നത്, മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പറയുന്നത്. തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു, സ്വർണ്ണ മാഫിയ, കള്ളക്കടത്ത്, ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്ത് കണ്ടിട്ടാണ്? എങ്ങനെ? വല്ല സാക്ഷ്യമുണ്ടോ? പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ പിടിച്ചിട്ടുണ്ടോ? അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി, നാണമില്ലടോ? എന്തൊരു അസംബന്ധമാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? ഒരു നാട്ടിലെ ജനങ്ങളെ, ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനും ഒരു ഇടതുപക്ഷ പാർട്ടിയിലെ അനുഭാവിയാണ്. പക്ഷേ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങ് ദില്ലിയിൽ ചെന്നപ്പോൾ പ്രധാനമന്ത്രിയെ സംഘികളെയും കണ്ടപ്പോൾ മുട്ടുപറിച്ചു കാണും. നിലമ്പൂർ MLA PV അൻവർ ചില പരാതികൾ ഉന്നയിച്ചു. അതിനെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? കാര്യങ്ങൾ വളരെ വ്യക്തമായി അന്വേഷണങ്ങൾ നടത്തി അത് കണ്ടെത്താനും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് അതിന്റെ സീരിയസ്നെസ് എടുത്ത് മനസ്സിലാക്കാനും കണ്ടെത്താനും ശ്രമിക്കുകയായിരുന്നു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ അൻവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അങ്ങോട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയലല്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ PV അൻവർ എന്ന് പറയുന്ന MLA ഉന്നയിച്ച മറ്റൊരു കാര്യം, ഈ മറുനാടൻ മലയാളി സാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിരുന്നു. അത് സത്യം തന്നെയല്ലേ? ഈ ഇടതുപക്ഷ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കെതിരെയും എത്രയോ അനാവശ്യമായ പരാമർശങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, ആഞ്ഞടിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷ പാർട്ടിക്കെതിരെയും സാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ടും അയാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിട്ടും ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അയാൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു ഈ സാജൻ സക്രിയക്ക്. അതിനെതിരെ പോലും അന്വേഷണം നടത്താൻ ഈ ചെങ്ങാതിക്ക്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന, എന്ത് പറയാനാ, ഇയാൾക്ക് കഴിഞ്ഞില്ല ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ. അതുപോലെ തന്നെ സാജൻ സക്രിയ എന്ന് പറയുന്ന അവനക്ക് സപ്പോർട്ട് ചെയ്ത പോലീസുകാർക്കെതിരെ നടപടികൾ എടുക്കാനും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഖേദകരം തന്നെയാണ്. ഈ പാർട്ടിയെ ഇനി നമ്പാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ പാർട്ടിയെ നമ്പി പുറകെ നടക്കുന്ന അണികൾക്കാണ് ഇനിയെങ്കിലും ബോധം വരേണ്ടത്.